കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. ഏപ്രിൽ 9. 21 ദിവസം മാത്രമാണ് സ്ഥാനാർത്ഥികൾക്ക് പ്രചരണത്തിനായിട്ട് ലഭിക്കും. ഇത് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ കാലയളവാണ്. 1970 31 ദിവസങ്ങൾ കിട്ടി. അതായിരുന്നു ഇതുവരെയുള്ള ഏറ്റവും കുറഞ്ഞ പ്രചാരണ സമയം. ഇപ്പോൾ അത് വെറും 23 ചുരുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് 1 മിനിറ്റ് പോലും പാഴാക്കാതെയുള്ള പ്രചാരണ രീതികൾക്കായിരിക്കും 3 മുന്നണികളും രൂപം നൽകുക. LDF 110 സീറ്റ് കിട്ടി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ്. പക്ഷെ 100-അപ്പുറത്തേക്ക് സീറ്റ് കിട്ടുമെന്ന് ആദ്യം പറഞ്ഞത് UDF. അവരുടെ കണക്ക് 100+. അതിൽ BJP ഒരു 15 സീറ്റ് വരെ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ 35 40 കണക്ക് പറയും. പക്ഷെ അവരുടെ ഉള്ളിലിരിപ്പ് എന്ന് പറയുന്നത് 15 സീറ്റാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ UDF-നും LDF-നും ഭൂരിപക്ഷം കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമെന്നും അപ്പോൾ അവരുടെ 10-15 സീറ്റ് വളരെ നിർണായകമായി മാറും എന്നുമൊക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഈ 3 മുന്നണികളുടെയും പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള സീറ്റ് ലഭിക്കണമെങ്കിൽ മൊത്തം 225 സീറ്റ് വേണ്ടിവരും. പക്ഷെ അതല്ല, കൂടുതൽ സീറ്റ് നേടുക എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് 2 മുന്നണികളും രംഗത്തിറങ്ങിയിരിക്കുന്നത്. പക്ഷേ ഭരിക്കാനുള്ള ഭൂരിപക്ഷമല്ല, പരമാവധി സീറ്റുകൾ വാങ്ങുക എന്ന ലക്ഷ്യത്തോടെയാണ് LDF-ഉം UDF-ഉം രംഗത്തുള്ളത്. അതുപോലെ പരമാവധി കിട്ടാവുന്ന അത്രയും സീറ്റുകൾ സ്വന്തമാക്കുക എന്ന് BJP-യും പ്രതീക്ഷിക്കുന്നു. CPM-ന്റെയും CPI-യുടെയും സ്ഥാനാർത്ഥികളെ, ബഹുഭൂരിപക്ഷ സ്ഥാനാർത്ഥികളെയും അവർ ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി CPM-ന് 1-2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലാണ് തീരുമാനം എടുക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ അവർ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഒരടി മുന്നോട്ട് പോയി എന്ന് അവർക്ക് അവകാശപ്പെടാൻ സാധിക്കും. പക്ഷേ മുന്നണിയിലെ കാര്യങ്ങളെല്ലാം ഭദ്രമായിട്ടില്ല. കേരള കോൺഗ്രസിന്റെ ചെയർമാന് എവിടെയാണ് മത്സരിക്കുക, അദ്ദേഹത്തിനൊരു സീറ്റ് ഉണ്ടോ, അത് വ്യക്തമായിട്ടില്ല. RJDക്ക് എത്ര സീറ്റ് കിട്ടും, കോവളം സീറ്റ് കൊടുക്കുമോ അതോ CPM പിടിച്ചെടുക്കുമോ, അത്തരം കാര്യങ്ങളിൽ ഇപ്പോഴും സംശയങ്ങൾ അല്ലെങ്കിൽ ആശങ്കകൾ ബാക്കി നിൽക്കുകയാണ്. NCP-യുടെ ശശീന്ദ്രൻ, അദ്ദേഹം വീണ്ടും മത്സരിക്കുമോ, അദ്ദേഹം സീറ്റിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പാർട്ടിയിലെ ഒരു വലിയ വിഭാഗം ഇത്തവണ ഒരു പുതിയ സ്ഥാനാർത്ഥി വരണം, ഒരു ചെറുപ്പക്കാരൻ വരണം എന്ന ആഗ്രഹക്കാരനാണ്. RJDയിലെ കൂത്തുപറമ്പ് സീറ്റ് KP മോഹനൻ, അദ്ദേഹത്തിന്റെ സഹോദര പുത്രന് നൽകണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ അക്കാര്യത്തിലും പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. RJDയിലെ ഒരു നല്ല ശതമാനം അവസാന നിമിഷമാണെങ്കിലും മുന്നണി വിട്ട്, ഇടതുപക്ഷ മുന്നണി വിട്ട് പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ എവിടെയും കാര്യങ്ങൾ അത്ര ഭദ്രമല്ല. UDF-ലാണെങ്കിൽ ഘടക കക്ഷികൾക്കിടയിലുള്ള സീറ്റ് വിഭജനം ഇന്നലെ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. സീറ്റുകൾ വെച്ചുമാറാനുള്ളത്, ചില സീറ്റുകൾ കോൺഗ്രസ് തിരിച്ചെടുക്കുന്നത്, ഇതൊക്കെ സംബന്ധിച്ച ചില ധാരണകളായി. പക്ഷേ സുധാകരന്റെ കാര്യത്തിൽ ഇപ്പോഴും സസ്പെൻസ് നിലനിൽക്കുകയാണ്. ഇന്ന് അദ്ദേഹത്തോട് ഡൽഹിയിൽ എത്താൻ പറഞ്ഞാണ്, പക്ഷെ അദ്ദേഹം നാളെ ചെല്ലാമെന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അക്കാര്യത്തിൽ എന്ത് തീരുമാനമാകും എന്ന് വ്യക്തമല്ല. ഇത് തീർച്ചയായിട്ടും UDF-ന്റെ മുന്നോട്ടുള്ള കുതിപ്പില് ചെറിയൊരു തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, അതുതന്നെ മുൻ KPCC പ്രസിഡന്റാണ്, ഇപ്പോൾ MP ആണ്. അദ്ദേഹമാണ് കണ്ണൂർ സീറ്റിൽ മത്സരിക്കണമെന്ന് വാശി പിടിച്ച് നിൽക്കുന്നത്. MP-മാരും മത്സരിക്കേണ്ടെന്ന ഒരു തീരുമാനം ഹൈക്കമാൻഡ് നേരത്തെ എടുത്തതാണ്. അതിനെ മറികടന്നുകൊണ്ട് തനിക്ക് സീറ്റ് കിട്ടണം, ലഭിക്കണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതിന് ഹൈക്കമാൻഡ് തയ്യാറല്ല, മറ്റ് കോൺഗ്രസ് നേതാക്കളും തയ്യാറല്ല, അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ അവർക്ക് താല്പര്യമില്ല. ആ ഒരു സംഘർഷം അല്ലെങ്കിൽ അത് സംബന്ധിച്ച ആശയക്കുഴപ്പം ഇപ്പോഴും കോൺഗ്രസിനുള്ളിൽ ശക്തമായിട്ട് തന്നെ നിൽക്കുന്നു. ഇന്ന് അവരുടെ ആദ്യത്തെ ലിസ്റ്റ് പുറത്തു വരുമെന്ന് കരുതുന്നു. ഡൽഹിയിൽ അത് സംബന്ധിച്ച ചർച്ചകൾ നടന്നു വരികയാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം മുമ്പെങ്ങുമില്ലാത്ത ചില പ്രശ്നങ്ങൾ അവരെ നേരിടുന്നുണ്ട്. ആലപ്പുഴയിലെ സുധാകരനെ പോലെയുള്ള ഒരു നേതാവ്, ഒരു സാധാരണക്കാരനല്ല, 3 വട്ടം MLA, 2 തവണ മന്ത്രി. അങ്ങനെ CPM കേരളത്തിലെ പ്രവർത്തനം ആരംഭിക്കുന്ന കാലം മുതൽ, തന്റെ 13ാമത്തെ വയസ്സ് മുതൽ CPM-ൽ സഹകരിച്ച് യോജിച്ച് പ്രവർത്തിക്കുന്ന ഒരു സമുന്നതനായ നേതാവ്, ഉയർന്ന നിലയിലുള്ള ഒരു നേതാവ്. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി, അംഗത്വം പോലും പുതുക്കാതെ, എന്നിട്ട് സ്വതന്ത്രനായിട്ട് മത്സരിക്കുക. അദ്ദേഹത്തിന് പിന്തുണ നൽകാൻ UDF മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതിന്റെ തീരുമാനം ഇന്നുണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്. അതുതന്നെ PK ശശി, അദ്ദേഹം UDF-ന്റെ സ്ഥാനാർത്ഥിയാകുമോ, തെരഞ്ഞെടുപ്പിൽ UDF-ന് വേണ്ടി പരസ്യമായിട്ട് രംഗത്തിറങ്ങുമോ, കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി, അവരവിടെ KN ബാലഗോപാലിനെതിരെ മത്സരിക്കുക, സ്ഥാനാർത്ഥിയാണ്. പിന്നീട് CPI-യിലെ ഒരു അജിത്ത് വൈക്കത്തു നിന്നുള്ള MLA ആയിരുന്നു, അദ്ദേഹം BJP-യിലേക്ക് പോയി. ദേവികുളം MLA രാജേന്ദ്രൻ BJP-യിലേക്ക് പോയി. അങ്ങനെ വലിയൊരു പ്രതിസന്ധിയുടെ മുമ്പിലാണ് വാസ്തവത്തിൽ CPM-ഉം അല്ലെങ്കിൽ LDF-ഉം നിൽക്കുന്നത്. പണ്ടൊക്കെ കോൺഗ്രസിൽ നിന്നാണ് ആളുകൾ BJP-യിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതിന്റെ പേരിൽ CPM എപ്പോഴും കോൺഗ്രസിനെ പരിഹസിക്കുമായിരുന്നു. ഇപ്പോൾ CPM-ൽ നിന്നും CPI-യിൽ നിന്നും നേതാക്കളൊക്കെ കൊഴിഞ്ഞു വീണ്ടു തുടങ്ങി, BJP-യിലേക്ക് ചേക്കേറി തുടങ്ങി. തിരുവനന്തപുരം സെൻട്രൽ സീറ്റും അവർക്കൊരു തലവേദനയാണ്. അത് നേരത്തെ ജനാധിപത്യ കേരള കോൺഗ്രസിനായിരുന്നു. നമ്മുടെ ആന്റണി രാജു മത്സരിച്ച് ജയിച്ച സീറ്റ്, അദ്ദേഹം മന്ത്രിയുമായി.
ഇപ്പോൾ അദ്ദേഹം അടിവസ്ത്രത്തിൽ മയക്കുമരുന്ന് കള്ളക്കടത്ത് നടത്തിയതുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് നിൽക്കുകയാണ്. പ്രതിയുടെ വക്കീലായിരുന്ന ആന്റണി രാജു മയക്കുമരുന്ന് ഉണ്ടായിരുന്ന അടിവസ്ത്രം മാറ്റി മറ്റൊരെണ്ണം വെച്ചു എന്നാണ് കേസ്. അതിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുക. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഭാവി തുലാസിലാണ്. ഹൈക്കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു സമാശ്വാസം, അദ്ദേഹത്തെ ആ ശിക്ഷയിൽ ഒഴിവാക്കിക്കൊണ്ടൊരു വിധി വരുമോ എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആന്റണി രാജുവും CPM-ഉം. എങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കും. ഒന്നാലോചിച്ച് നോക്കും, അദ്ദേഹം മത്സരിച്ചാൽ തന്നെ തിരുവനന്തപുരം മണ്ഡലം മുഴുവന് ഈ അടിവസ്ത്രത്തിന്റെ ചിത്രം കൊണ്ട് നിറയുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ ഒരു അന്തരീക്ഷം, സാഹചര്യം, അതൊന്നും LDF-നെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല സൂചനകളായിരിക്കില്ല. അങ്ങനെ UDF-ലും LDF-ലും ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ പരിഹരിച്ച് പൂർണ്ണമായ തോതില് ഈ മുന്നണികളും അതുതന്നെ BJP-യിൽ തർക്കങ്ങളുണ്ട്. പലരുടെയും കാര്യത്തിൽ ഇവിടെ മത്സരിക്കണമെന്നുള്ള തീരുമാനമായിട്ടില്ല. അങ്ങനെ ഈ മൂന്ന് മുന്നണികളും പൂർണ്ണ സജ്ജരായിട്ട് രംഗത്തേക്ക് വരാൻ ഇനിയും 2, 3, 4 ദിവസങ്ങൾ എടുത്താലും അത്ഭുതപ്പെടാനില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുക ഭരണവിരുദ്ധ വികാരമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ ശബരിമലയിലെ സ്വർണ്ണ കവർച്ച കേസ്, അത് കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സജീവമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട 2 വിഷയങ്ങളായിരുന്നു. LDF-ന് വലിയ തകർച്ച നേരിട്ടത് ഈ കാരണങ്ങളാലാണെന്നുള്ളത് CPM-നും അറിയാം, CPM നേതാക്കൾക്കും എല്ലാവർക്കും അറിയാം. പക്ഷെ അവരത് പരസ്യമായിട്ട് സമ്മതിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നാണ് അന്നും ഇന്നും പിണറായി വിജയൻ പറയുന്നത്. എന്തായാലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ UDF-ന് ഒരു 84 സീറ്റിൽ വരെ മേൽക്കൈയുണ്ട്. 1-2 മാസങ്ങൾക്ക് മുമ്പാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. അത് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിലും നിലനിർത്താൻ പറ്റും എന്ന കണക്കുകൂട്ടലിലാണ് UDF മുന്നോട്ട് പോകുന്നത്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടി, വലിയ തോതിൽ ഹൈന്ദവ വോട്ടുകൾ അവർക്ക് നഷ്ടപ്പെട്ടത്, CPM-ന് നഷ്ടപ്പെട്ടത് അവരൊരു വീണ്ടും വിചാരത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഇത് നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സംഭവിച്ചതാണ്. ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടുകൾ വൻതോതിൽ BJP-യിലേക്ക് പോവുക. അവരൊരു മൃദു ഹിന്ദുത്വ നിലപാട് ഇതിനിടയ്ക്ക് സ്വീകരിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുടെയും മറ്റും പേരിൽ UDF-നെയും കോൺഗ്രസിനെയും വിമർശിക്കാൻ തുടങ്ങി. നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് പരസ്യമായി കൂട്ടുകെട്ടുണ്ടാക്കിയിരുന്ന പാർട്ടിയാണ്. അതൊക്കെ മറന്ന് അതിന്റെ പേരിൽ കോൺഗ്രസിനെ വിമർശിക്കാനും പരിഹസിക്കാനും ഒക്കെ ആരംഭിച്ചു. അത് മാത്രമല്ല, ഒരു ന്യൂനപക്ഷ വിരുദ്ധ സമീപനം CPM-ന് ഉണ്ടായതായിട്ട് ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇപ്പോൾ കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായിട്ടുള്ളൊരു ന്യൂനപക്ഷ വോട്ടുകളുടെ സമാഹരണം ഉണ്ടാകുമെന്നൊരു കണക്കുകൂട്ടലുണ്ട്. ആ വസ്തുതയിലും UDF വലിയ വിജയപ്രതീക്ഷ കാണുന്നുണ്ട്. ശബരിമല പ്രശ്നം തീർന്നു എന്നാണ് LDF അല്ലെങ്കിൽ CPM പ്രതീക്ഷിക്കുന്നത്. അവരുടെ നേതാക്കളായിരുന്ന പ്രതികളൊക്കെ ജാമ്യം കിട്ടി പുറത്തു വന്നു. ജാമ്യം കിട്ടിയത് വളരെ സ്വാഭാവികമായ ജാമ്യമായിരുന്നു, അല്ലാതെ കേസിന്റെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല. ഒരു പ്രതി അറസ്റ്റ് ചെയ്യപ്പെട്ട് 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുന്നില്ലെങ്കിൽ അയാൾക്ക് സ്വാഭാവികമായ ജാമ്യം കിട്ടും. അങ്ങനെയാണ് പത്മകുമാറിനും വാസുവിനും ഒക്കെ ജാമ്യം കിട്ടിയത്. ഇനിയിപ്പോ കുറ്റപത്രം സമർപ്പിക്കണം. കുറ്റപത്രത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് അറിയില്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ, ഏപ്രിൽ 9 വരെ അത് നീട്ടിക്കൊണ്ടുപോകാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് സാധിക്കുമോ എന്ന് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അതിനുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായേക്കാം. അതിനവർ വഴങ്ങുമോ വഴങ്ങാതിരിക്കുമോ എന്നൊന്നും ഇപ്പോൾ വ്യക്തമല്ല. പക്ഷേ ഇപ്പോഴും തലയ്ക്ക് മുകളിലെ ഡെമോക്ലിസിന്റെ വാള് പോലെ ശബരിമല സ്വർണ്ണ കവർച്ച കേസ് LDF-ന്റെയും CPM-ന്റെയും തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുകയാണ്. അതുമാത്രമല്ല, ശബരിമലയുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം, അവിടെ യുവതികൾക്ക് പ്രവേശനം കൊടുക്കാമോ? നേരത്തെ കൊടുക്കാമെന്ന നിലപാടാണ് എടുത്തിരുന്നത്. ആചാരമോ വിശ്വാസങ്ങളോ അല്ല പ്രശ്നം, സാമൂഹികമായ തുല്യാവസ്ഥയാണ് എന്ന നിലപാടാണ് എടുത്തിരുന്നത്. പുരുഷന് കടന്നു ചെല്ലാവുന്നിടത്തൊക്കെ സ്ത്രീകൾക്കും ചെല്ലാം, അങ്ങനെ ചെല്ലുകയും വേണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിണറായി സർക്കാർ അവിടെ പോലീസിനെ ഉപയോഗിച്ച് യുവതികളെ സന്നിധാനത്തിലെത്തിക്കാൻ ശ്രമിച്ചത്. അതിലവർ ഏതാണ്ട് വിജയിക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നു, മറ്റു തെരഞ്ഞെടുപ്പുകൾ വന്നു. അതിലൊക്കെ LDF-ന് CPM-ന് വലിയ തിരിച്ചടി ഈ ശബരിമലയുടെ കാര്യത്തിൽ വന്നപ്പോൾ അവര് ഒരു യൂട്ടേൺ അടിച്ചു. യുവതികളെ പ്രവേശിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നൊരു നിലപാടിലേക്ക് അവരും വന്നു. ദേവസ്വം ബോർഡ് അങ്ങനെ ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് സർക്കാരും അങ്ങനെ ഒരു നിലയിലേക്ക് തീരുമാനം വന്നു. പക്ഷെ ഇപ്പോഴും സ്ത്രീ പുരുഷ തുല്യതയ്ക്ക് വേണ്ടി നവോത്ഥാനം അതിന് കിട്ടിയ പുരോഗമനവാദികൾ അവരെ കൈവിടാൻ LDF-ന് CPM-ന് ഈ സർക്കാരിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് എങ്ങും തൊടാതെയുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ സത്യവാങ്മൂലമായിട്ട് കോടതിയിൽ അവർ സമർപ്പിച്ചിരിക്കുന്നത്. അത് പണ്ഡിതന്മാരും വിദഗ്ധരുമായ ആളുകളാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടതെന്ന് പറഞ്ഞ് ഏതാണ്ട് ഒഴിഞ്ഞു മാറുന്ന ഒരു തന്ത്രമാണ് ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കരുത് എന്ന സുവ്യക്തമായ ഒരു നിലപാട് ആ പാർട്ടിക്കോ ആ പാർട്ടി നയിക്കുന്ന സർക്കാരിനോ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അത് വളരെ സ്വാഭാവികമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ രംഗത്ത് ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ശബരിമല ജനങ്ങൾ മറന്നുപോയി. സ്വർണ്ണ കവർച്ച ഇനി ഇവിടെ ആരും ചർച്ച ചെയ്യാൻ പോകുന്നില്ല. ഇവിടെ ഭരണവിരുദ്ധ
വികാരമില്ല. ഞങ്ങൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു നടത്തിയ ഈ പബ്ലിസിറ്റി സ്റ്റണ്ടിലൂടെ അല്ലെങ്കിൽ PR വർക്കിലൂടെ ഞങ്ങൾ അതിനെയൊക്കെ മറികടന്നു എന്നുള്ളൊരു കണക്കുകൂട്ടലിലാണ് സർക്കാർ ഇപ്പോൾ കഴിയുന്നത്. വിലക്കയറ്റവും ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളുമൊക്കെ തീർച്ചയായിട്ടും UDF ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യും. അതിനെ നേരിടാൻ സർക്കാർ ഉപയോഗിക്കുക അടിസ്ഥാന സൗകര്യ രംഗത്തുണ്ടായ വലിയ വികസനം അല്ലെങ്കിൽ വലിയ മാറ്റം ആയിരിക്കും. കിബിയുടെ പണം ഉപയോഗിച്ച് കെട്ടിപ്പൊക്കിയ പുതിയ നിർമ്മിതികൾ, അതിന്റെ പരസ്യങ്ങൾ വൻതോതിൽ പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ അവര് കിബി തന്നെ കൊടുത്തതാണ്. അത് അവരൊരു വലിയ നേട്ടമായിട്ട് സർക്കാരിന്റെ നേട്ടമായിട്ട് ചൂണ്ടിക്കാണിക്കും. പക്ഷെ അന്നേരം ഒരു കാര്യം ആലോചിക്കേണ്ടതുണ്ട്. ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ 1.5 ലക്ഷം കോടിയായിരുന്നു കേരളത്തിന്റെ കടമെങ്കിൽ ഇപ്പോൾ അത് 6 ലക്ഷം കോടിയായി വളർന്നിരിക്കുന്നു അല്ലെങ്കിൽ ഉയർന്നിരിക്കുന്നു എന്ന വസ്തുത. നമ്മുടെ സാമ്പത്തിക സ്ഥിതി എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് നമ്മുടെ ഭാവി ചെറുപ്പക്കാരുടെയും കൂടെ പ്രശ്നമാണ്. പുതിയ തലമുറ നേരിടാൻ പോകുന്ന ഒരു വലിയ വിഷയമാണ്. 6 ലക്ഷം കോടി രൂപ സർക്കാരിന്റെ കടം. ഇത് നമ്മൾ കൊടുത്ത് വീട്ടേണ്ടതാണ്. നമ്മുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ് തകർന്നു പോയത്? മറ്റൊരിടത്തും നടന്നിട്ടില്ലാത്ത ധൂർത്ത് സർക്കാരിന്റെ ചടങ്ങുകളിൽ, പരിപാടികളിൽ, ഏറ്റവും അവസാനം സംഘടിപ്പിച്ച ഈ പരസ്യ പ്രളയത്തിൽ എത്ര കോടി രൂപയാണ് ചെലവഴിച്ചത് എന്ന് ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. കേരളത്തിലെ ജനങ്ങൾ അത് കണക്കാക്കാതിരിക്കുമെന്ന് തോന്നുന്നില്ല. പരസ്യങ്ങൾ നൽകാൻ വേണ്ടി പത്രങ്ങൾക്കും ചാനലുകൾക്കും 117.24 കോടി രൂപയാണ് ഈ സാമ്പത്തിക വർഷത്തിൽ PRD ചെലവഴിച്ചിരിക്കുന്നത്. അതുപോലെ കിബി 110 കോടി രൂപയാണ്. വാസ്തവത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ കിബിയും 2 സമാന്തര സ്ഥാപനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇതേസമയം LDF പിണറായി വിജയന്റെ കരുത്തുറ്റ നേതൃത്വം അവരുടെ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി, അവർക്ക് അനുകൂലമായ ഒരു വസ്തുതയായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. പിണറായിയെ പോലെ കരുത്തനായ ഒരാൾ, നിശ്ചയദാർഢ്യം ഉള്ള ഒരാൾ, ഒരു കാര്യം തീരുമാനിച്ചാൽ നടപ്പാക്കുന്ന ഒരു നേതാവ്. അത്തരത്തിലൊരു നേതൃത്വം ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം UDFന് ഇല്ല എന്ന് അവര് ആളുകളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അത്തരത്തിലൊരു നറേറ്റീവ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ പറയുന്ന പിണറായി വിജയന്റെ ആരോഗ്യസ്ഥിതി തന്നെ ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇടയ്ക്കിടെ അമേരിക്കയിൽ പോയി ചികിത്സ കഴിഞ്ഞു വരുന്നത് നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ മറുഭാഗത്ത് ചെറുപ്പക്കാരാണ്, പരിചയസമ്പന്നരല്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മെ നയിക്കുന്നതിന്, സംസ്ഥാനത്തെ നയിക്കുന്നതിന് കാലാവധി കഴിഞ്ഞവർ മാത്രം മതി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ചെറുപ്പക്കാർ വരണമല്ലോ, പുതിയ തലമുറ ഉയർന്നു വരണമല്ലോ. അതിന്റെ ഒരു പുതിയ തലമുറ മാറ്റത്തിന്റെ ചില ധ്വനികൾ UDFൽ നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ ജനങ്ങൾ അതിനെ എങ്ങനെ സ്വീകരിക്കും എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാം. ഈ ധൂർത്തിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടുള്ള ഒരു അഭിമുഖം പ്രശസ്ത പത്രപ്രവർത്തകനായ ശശികുമാർ നടത്തിയത്, അത് കേരളത്തിലെ ചാനലുകൾക്ക് പണം നൽകി സംപ്രേഷണം ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഇന്നലെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതുകൊണ്ട് അത് സാധിക്കുന്നില്ല. നേരത്തെ മോഹൻലാൽ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തതും അതും PRD തന്നെയാണ് നിർമ്മിച്ചത്. ആ ഇന്റർവ്യൂ കേരളത്തിലെ ചാനലുകളിൽ പണം അങ്ങോട്ട് നൽകി ചില ചാനലുകളിൽ 2 വട്ടമൊക്കെ സംപ്രേഷണം ചെയ്തത് ഇതുവരെ മറന്നിട്ടില്ല. അപ്പൊ വീണ്ടും ശശികുമാറിനെ കൊണ്ട് നമ്മുടെ പിണറായി വിജയനെ ഇന്റർവ്യൂ ചെയ്യിപ്പിച്ചിരിക്കുക. ഇവരെന്തൊക്കെയാണ് കരുതുന്നത്? ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ആള് ഒരു സാധാരണ മനുഷ്യനൊന്നും അല്ലേ? അമാനുഷ്യനായ ഏതെങ്കിലും ഒരു ആളാണോ? ഒരു മുഖ്യമന്ത്രി, അദ്ദേഹം 10 കൊല്ലം തുടർച്ചയായിട്ട് ഭരിച്ചു എന്നുള്ളത് ശരിയാണ്. അതിന്റെ എന്ത് നേട്ടമാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഉണ്ടായതെന്നുള്ളത് തർക്ക വിഷയമാണ്. അതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ വീണ്ടും വീണ്ടും ഇങ്ങനെ പ്രശസ്തരായ ആളുകളെ കൊണ്ട് ഇന്റർവ്യൂ ചെയ്യിപ്പിച്ച് ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക, അത്രയ്ക്ക് അമാനുഷ്യനാണോ? അല്ലെങ്കിൽ അത്രയ്ക്കുള്ള ഒരാളാണോ ഈ പിണറായി വിജയൻ എന്ന് പറയുന്നത്? ഇവരെന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത്? സർക്കാരിന്റെ പണം, നികുതി പണം എടുത്ത് എങ്ങനെ വേണമെങ്കിൽ സ്വന്തം പ്രതിച്ഛായ നിർമ്മിതിക്ക് വേണ്ടി ചെലവഴിക്കാവുന്നതാണോ? അല്ലെങ്കിൽ 4 വോട്ടിന് വേണ്ടി അത് ധൂർത്തടിക്കാവുന്നതാണോ? ഏതായാലും പെരുമാറ്റച്ചട്ടം വന്നതുകൊണ്ട് മാത്രമാണ് അത് നമ്മുടെ തലയിൽ നിന്ന് മാറിപ്പോയത്. ഭരണവിരുദ്ധ വികാരമുണ്ട്, കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാണ് എന്ന് UDF പറയുമ്പോഴും അവർ പേടിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് BJPയും CPMഉം തമ്മിലുള്ള അന്തർധാര, അവർ തമ്മിലുള്ള രഹസ്യ ധാരണ. BJPക്ക് 5-6 സീറ്റ് ലഭിച്ചാലും വേണ്ടില്ല, നമ്മൾക്ക് 3ാം തവണ ഭരണം കിട്ടുമെങ്കിൽ അതല്ലേ നല്ലതേ എന്ന ചിന്ത ഇന്ന് CPMനുണ്ട്. അതനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിന് ജോൺ ബ്രിട്ടാസ് MP വേദിയിൽ പ്രത്യക്ഷനായതും ജോൺ ബ്രിട്ടാസ് MPക്ക് വേദിയിൽ ഒരു ഇരിപ്പിടം ലഭിച്ചതുൾപ്പെടെ അദ്ദേഹമാണ് CPM സർക്കാരും BJPയും തമ്മിലുള്ള പാലമെന്ന് കേന്ദ്രമന്ത്രി തന്നെ രാജ്യസഭയിൽ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ മുന്നണിയോ മന്ത്രിസഭ പോലും അറിയാതെ PMC ഒപ്പുവെച്ചത്, അങ്ങനെ പല കാര്യങ്ങളിൽ BJPയും CPMഉം തമ്മിലുള്ള അന്തർധാര ഇന്ന് വളരെ പ്രകടമാണ്. പിണറായി വിജയനെതിരായിട്ടുള്ള ലാവ്ലിൻ കേസിൽ
ഇത്ര 40 45 തവണയാണ് സുപ്രീം കോടതി അതിലെ എതിർകക്ഷിയായ CBIയുടെ ആവശ്യപ്രകാരം കേസ് നീട്ടി വെച്ചത്. പിണറായിന്റെ മകൾക്കെതിരായിട്ടുള്ള അന്വേഷണം അതെവിടെയും എത്തിയിട്ടില്ല. കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടില്ല ഇതുവരെ. ഈ വക സാഹചര്യങ്ങൾ BJPയുമായിട്ടുള്ള രഹസ്യ അണ്ടർസ്റ്റാൻഡിങ് അതെങ്ങനെ തങ്ങളുടെ സാധ്യതകളെ ബാധിക്കും എന്ന കാര്യത്തിൽ UDFന് ചെറിയ ആശങ്ക ഉണ്ട്.